വെൽക്കം ബാക്ക് ടു മൈ ഫ്ലവേഴ്സ്. ഞങ്ങളിപ്പോൾ ഉള്ളത് പിഴലയിലാണ് കേട്ടോ. പിഴല എന്ന് സൂക്ഷിച്ച് പറഞ്ഞെങ്കിൽ വാക്ക് മാറിപ്പോവേ. പിഴല കടമക്കുടിയിലെ 14 ഐലൻഡിൽ കൂടിച്ചേർന്നാണല്ലോ കടമക്കുടി. അതിൽ ഒരു ഐലൻഡാണല്ലോ പിഴല. കണ്ടെയ്നർ റോഡിൻ്റെ അടുത്താണ് കേട്ടോ പിഴല ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഐലൻഡാണ് പിഴല. എറണാകുളം ജില്ലയിലുള്ളവർ ഒരിക്കലും മിസ് ചെയ്യരുത്. അത്ര മനോഹരമാണ്. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിഴല. ഈ ഐലൻഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേച്ചർ തന്നെ കേട്ടോ. അത്ര മനോഹരമാണ്. നിങ്ങൾ തന്നെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല നമുക്ക് ഇവിടുന്ന്. എറണാകുളം ജില്ലയിലെ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റാണ് പിഴല ബ്രിഡ്ജ്. ഞങ്ങളൊരു സൺഡേ ഈവനിങ്ങിലാണ് ഇവിടെ വന്നത്. കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. വന്നപ്പോഴല്ലേ മനസ്സിലായത് ഇതൊരു സാധാരണ ഒരു പ്ലേസ് അല്ല, വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ കുട്ടനാട് എന്ന് പറയില്ലേ ആലപ്പുഴയിലെ, നമുക്ക് കുട്ടനാട് കാണെങ്കിൽ ആലപ്പുഴ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പം നമ്മളുടെ എറണാകുളം ജില്ലയിലെ കുട്ടനാടാണ് കടമക്കുടി. കടമക്കുടിയിലെ ഒരു ഐലൻഡാണ് പിഴല. ഇത്രയും മനോഹരമാണ്. ഈ വീഡിയോ കാണുന്നതിനേക്കാളും മനോഹരമാണ് കേട്ടോ. ഇവിടെ വന്ന് തന്നെ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ കാണുന്ന പാടങ്ങളും കെട്ടുകളും കണ്ടൽ വനങ്ങളും ചീനവലകളും പിന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്, ഫോട്ടോഷൂട്ടിനായിട്ട് വരുന്നുണ്ട്, ഫിലിം ഷൂട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട്. ഒത്തിരി സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. മൺസൂണിൽ അതൊരു വേറൊരു കാഴ്ച തന്നെയാണ് കേട്ടോ കാണേണ്ടത്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇത് പറ്റിയൊരു ഹാങ് ഔട്ട് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ വരികയാണെങ്കിൽ നമ്മൾക്ക് വാഹനങ്ങൾ ഈ പാലത്തിൻ്റെ മുകളിൽ തന്നെ പാർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ താഴേക്ക് ആക്സസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണണമെങ്കിൽ നടന്ന് തന്നെ കാണണം. അത്ര മനോഹരമാണ്. സൺസെറ്റ് ടൈം ആയതിനാൽ ആ ഒരു ലൈറ്റ് ഇങ്ങനെ മേഘത്തിൽ തട്ടി ആകാശം കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. നമ്മൾ താഴേക്ക് നടക്കുമ്പോൾ ചെറിയ ചെറിയ കടകളെല്ലാം കാണാം. ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കയറി ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഞങ്ങൾ നേരെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ പിഴല നമുക്കായിട്ട് സമ്മാനിക്കുന്നത്. ഒത്തിരി കെട്ടുകളുണ്ട്. ഈ കെട്ടുകളുടെ ഉടമ എന്താ ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ അവരുടെ കെട്ടുകളെല്ലാം നമുക്കായിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ കുറേ പേര് കയാക്കിങ് ചെയ്യണമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. അവിടേക്ക് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. 20 രൂപയാണ്. ആ ഫാം ഹൗസിൻ്റെ പേര് സേവിയേഴ്സ് ഫാം ഹൗസ് എന്നാണ്. അപ്പോൾ അവിടെ 20 രൂപ കൊടുത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അല്ല കയാക്കിങ് അല്ലെങ്കിൽ ബോട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഞങ്ങൾ ജസ്റ്റ് ചില്ല് ചെയ്യാനായിട്ട് അങ്ങനെ അകത്തേക്ക് നടന്നു. ആര്യനും ഇന്ദ്രനാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. അവർക്ക് മണ്ണിൽ കളിക്കാം, വെള്ളത്തിൽ കളിക്കാം. അങ്ങനെ ഒരു രസമുള്ളൊരു ഈവനിങ്. എൻ്റെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ മൺസൂൺ സീസണിലെ കയാക്കിങ്. മഴയൊക്കെ കൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു കയാക്കിങ്. എനിക്ക് കയാക്കിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളതെല്ലാം കണ്ട് എൻജോയ് ചെയ്തിരുന്നു, ബോട്ടിങ്ങും കയാക്കിങ്ങും. പിന്നെ കുറേ ആളുകൾ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ ഈ സിറ്റി ലൈഫിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറിട്ടുള്ളൊരു കാഴ്ചകളാണ് നമുക്ക് പിഴല നമുക്ക് സമ്മാനിക്കുന്നത്. കണ്ണിന് കുളിർമയേക്കുന്നതും മനസ്സിന് സന്ദേശം നൽകുന്നതുമായിട്ടുള്ള ഒത്തിരി നല്ല നല്ല കാഴ്ചകളുണ്ട് അവിടെ. ആരും മിസ് ചെയ്യരുത് പിഴല. എറണാകുളം ജില്ലയിലെ മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്നേ ഞാൻ പറയുള്ളൂ പിഴല. അങ്ങനെ ആര്യനും ഇന്ദ്രനും അവരുടെ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. മണ്ണിൽ കയറ്റി ഇങ്ങനെ മാന്താൻ തുടങ്ങി, കല്ലൊക്കെ ഇട്ട് വെള്ളത്തിലേക്ക് ഇടാൻ തുടങ്ങി. അവരെ എൻജോയ് ചെയ്തിട്ട് ഒത്തിരി എൻജോയ് ചെയ്ത. ഈ കെട്ടുകളുടെ ഇടയിൽ ഇരുമ്പ് കൊണ്ടുള്ള ബ്രിഡ്ജുകൾ ഉണ്ട്. ആ ബ്രിഡ്ജിലൂടെയാണ് ഓരോ കെട്ടുകളെയും തമ്മിൽ യോജിപ്പിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബാമ്പ് കൊണ്ട് ഉള്ള ഒരു ബെഞ്ചുകൾ അവിടെ ഉണ്ട്. നമുക്കവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാം. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ചീനവലകളുണ്ട്, പിന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഗ്രാമത്തിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് മീനെ പിടിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ഹോട്ടലുകളുണ്ട്. എങ്ങനെ വേണമെങ്കിലും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് വരാം, ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം. ഞങ്ങളങ്ങോട്ട് മുന്നോട്ടേക്ക് പോയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. സൺഡേ ആയതിനാൽ കുറേ പേര് ഫോട്ടോഷൂട്ടിനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയില്ല. ആര്യനും ഇന്ദ്രൻ അവിടെ നിന്ന് കളിക്കണോണ്ട് അവിടെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് നിന്നു. ഇതുപോലെ ഒത്തിരി കെട്ടുകളുണ്ട് കേട്ടോ ടൂറിസത്തിനായിട്ട് തുറന്നിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക.
എന്തുകൊണ്ട് നേരത്തെ എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ചെറുതായിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഞാൻ തിരിച്ചിറങ്ങുമ്പോഴും. അത്രയ്ക്ക് മനോഹരമാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് മുൻപ് പിഴലയിൽ വന്നിട്ടുണ്ട്? നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണേ. ഒപ്പം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒത്തിരി മനോഹരമായ സ്ഥലങ്ങളുണ്ട്, അറിയപ്പെടാത്തതും ആയിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കുകൾ ഒത്തിരി വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, പിഴല മാത്രമല്ല ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളായിട്ട് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഫുഡിൻ്റെ പാക്കറ്റുകളോ ഒന്നും വലിച്ചെറിഞ്ഞ് ആ സ്ഥലത്തെ മോശപ്പെടുത്തരുത്. വേണമെങ്കിൽ നമുക്ക് ആ ബോട്ടിൽ അല്ലെങ്കിൽ കവറ് നമ്മളുടെ ബാഗിലോ വണ്ടിയിലോ എടുത്ത് വയ്ക്കാവുന്നതാണ്. അസ്തമയെല്ലാം കണ്ട് മനസ്സെല്ലാം നിറഞ്ഞ് തൃപ്തിയോടുകൂടി പിഴലയോട് ബൈ ബൈ പറയുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടും വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.